ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണീസ് കേസ്കി റെസിപ്പീസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചോക്ലേറ്റ് ഡോണറ്റാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞങ്ങൾ ഈ ഡോണറ്റ് ഉണ്ടാക്കി അത് പല കളറായിരുന്നു. മാത്രമല്ല അതിനകത്ത് ചോക്ലേറ്റ് ഡോണറ്റ്സൊക്കെ ഞങ്ങൾ കൊക്കോ പൗഡർ യൂസ് ചെയ്തൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇത് കറക്റ്റ് ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊന്തി വരാൻ വെക്കണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 1/3 കപ്പ് ഒരു പാലെടുത്തിട്ട് 2 ടീസ്പൂൺ ഓഫ് ഈസ്റ്റ് എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഓഫ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ, മാവൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് പൊന്തി വരും. ഇതെന്നിട്ട് 10 മിനിറ്റ് വെക്കണം. ഇല്ലെങ്കിൽ മാവൊക്കെ വെക്കുമ്പോൾ ഇത് ഇട്ടില്ലെങ്കിൽ നമുക്ക് ലേറ്റായിട്ടേ പൊന്തി വരും. ഇത് 10 മിനിറ്റ് പിന്നെ നമ്മൾ പൊന്നാൻ വേണ്ടി വെക്കണം. 10 മിനിറ്റ് പൊന്തി ഇതാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാലേ അറിയാം ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാകും. ഇനി നമ്മൾ അപ്പോഴത്തേക്ക് മാവ് റെഡിയാക്കാം. 2 കപ്പ് മൈദ എടുത്തിട്ട് 2 മുട്ടയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നത്. എന്നിട്ട് മെൽറ്റ് ചെയ്ത ബട്ടറാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ മെൽറ്റ് ചെയ്ത ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇടേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓഫ് പഞ്ചസാരപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ ഓഫ് പഞ്ചസാര പൊടിയാണ് നമുക്ക് ഇടേണ്ടത്. പിന്നെ പാകത്തിന് ഉപ്പും നമുക്ക് ഇടേണ്ടതായിട്ട് വരും. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് കുറച്ചെടുക്കാം. കണ്ടോ, ഇപ്പോഴേ നമുക്ക് മാവ് ചെറുതായിട്ട് റെഡിയായി വരാൻ തോന്നുന്നുണ്ട്. ഇത്തിരിയും കൂടെ ഇതൊക്കെ ആവാൻ വേണ്ടി മാവൊന്നും നന്നായി കുഴഞ്ഞാൽ ആദ്യം നമുക്ക് അതിന് മുമ്പ് ഈസ്റ്റ് ഇടുന്നതായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്നും ഇടാം. ഈസ്റ്റ് തന്നെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത്തിരിയും കൂടെ കുഴഞ്ഞൊക്കെ ലൂസായിട്ട് വരാൻ വേണ്ടി നമുക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം പാകത്തിന് പാലാണ് ഒഴിച്ച്, വെള്ളം ഒഴിച്ചാൽ അത് നമുക്ക് ഒരു ഇതായിട്ട് കിട്ടും. ഇത് നമുക്ക് അത് ചീത്തയായിട്ട് കിട്ടുന്നല്ല പറഞ്ഞ്, അത് നമുക്ക് വെക്കുന്നതിനെക്കാട്ടും നല്ലത് പാലാണ്. എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് കൂടി വരത്തുള്ളൂ. അതായത് ഇത് 2 മണിക്കൂറാണ് വെച്ചത്. 2 മണിക്കൂർ വെച്ചിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ കുഴയ്ക്കാൻ പോകുന്നു. എണ്ണയൊക്കെ കയ്യിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ആ മാവൊന്ന് നമ്മൾ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്സൊക്കെ ആക്കണം. ഈ മാവ് ആദ്യം നമുക്കൊന്ന് റെഡി ആവട്ടെ. എനിക്കും ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോണറ്റ്. കാരണം നല്ല ടേസ്റ്റിയാണ്, യമ്മി ഡോണറ്റ്. അപ്പോൾ തന്നെ നമ്മുടെ മാവ് ഇങ്ങനെ റെഡിയായി വന്നതിന് ശേഷം അതിന് നമുക്കൊന്ന് പരത്താം. ഇത് ചപ്പാത്തി മാവിനെക്കാട്ടും ലൂസ് ആവണം, ഭയങ്കര കട്ടി പാടില്ല. അപ്പം ഞങ്ങൾ ഇത്തിരി വലിയ ഡോണറ്റാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത്തിരി വലിയ ഇതൊക്കെയാണ് ആക്കുന്നത്. പക്ഷേ ഞങ്ങൾ അതുകൂടെ കുറച്ച് കുഞ്ഞിതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് എന്നിട്ട് ഇതേപോലെ ഒരു പുട്ടുകുറ്റീൻ്റെ ഒക്കെ അടപ്പുണ്ടാവുമല്ലോ, അടപ്പല്ലല്ലോ എന്ന് വന്ന് എനിക്കറിഞ്ഞൂടാ. അതിങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നടുക്കൊരു ഓട്ട ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഓട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓട്ടമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതേപോലെ കുറേ എണ്ണം ഉണ്ടാക്കണം. ആദ്യത്തെ നമ്മളൊന്ന് എല്ലാം എടുക്കുവാണ്. ഇതേപോലെ എല്ലാം എടുത്തിട്ട് വീണ്ടും നമ്മൾ കുഴയ്ക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പരത്തുക. പിന്നെ വീണ്ടും ഷേപ്സ് ആക്കുക. അങ്ങനെ ഇതേപോലെ ഞങ്ങളിപ്പോൾ 12 എണ്ണമാണ് വെച്ചിട്ടുള്ളത്. ഇനി എണ്ണ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരണം. നിങ്ങൾക്ക് ഇത് തീ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടാൽ നിങ്ങൾക്ക് ഒട്ടും വേവാതെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ചൂടായി കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഡോണറ്റൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഒട്ടും വേവത്തില്ല. ഇത് തീ കുറച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ആദ്യത്തെ ഡോണറ്റ് ഇതുണ്ടോ, ഇതേപോലെ ഒന്ന് നമ്മൾ ഇത് എടുത്ത് ഇതേപോലെ നമുക്കിനി ഒരുപാട് ഉണ്ടാക്കേണ്ടതുണ്ട്. ടോട്ടൽ 12 എണ്ണമാണ്. 4 എണ്ണം ഞാൻ കഴിച്ചു, 4 എണ്ണം എൻ്റെ ചേച്ചി കഴിച്ചു. പിന്നെ അതേപോലെ ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ഡോണറ്റ് ഒന്ന്
ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചോക്ലേറ്റ് ആണ് എടുക്കേണ്ടത്. ഇതേപോലത്തെ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ വില എന്ന് പറയുമ്പോൾ 101 രൂപയാണ്. 110 എങ്ങാണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ പല പല ബാറായിട്ടാണ്. അപ്പോൾ ഒരു ബാർ അതിനകത്ത് നിന്ന് എടുത്തിട്ട് ഇത് ഉരുക്കാനെടുക്കാം. ഇത് വേറെ ഒരു പാത്രത്തിൻ്റെ മണ്ടയ്ക്ക് വേറെ ഒരു പാത്രം വെച്ചിട്ടാണ് ഈ ചോക്ലേറ്റ് ഉരുക്കാൻ എടുക്കുന്നത്. കാരണം അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് ചോക്ലേറ്റ് പെട്ടെന്ന് ഉരുക്കിക്കോളും. ഡോണറ്റ് നന്നായിട്ട് നമ്മൾ തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മുക്കാൻ പാടുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചൂടോടെ തന്നെ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൂടോടെ തന്നെയാണ് നമ്മൾ മുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അത് കട്ടിയാവുന്നതുകൊണ്ടാണ് നമ്മളത് ചൂടോടെ വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തണുക്കാൻ വെക്കുക. നന്നായിട്ട് തണുക്കാൻ വെക്കേണ്ട അപ്പം തന്നെ എടുക്കുക. പിന്നെ അതിന് മണ്ടയ്ക്ക് കുറച്ച് ഷുഗർ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഡെക്കറേഷൻസിനാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇതേപോലത്തെ ഷുഗർ ബോൾസ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.